എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായി ജിമ്മിൽ പോകുന്നതിൻ്റെ അന്ന് കാർഡിയ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കണ്ണിൽ ഇരുട്ട് കയറി. അപ്പോൾ എൻ്റെ ട്രെയിനർ എന്നെ കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് വെള്ളം എടുക്കാൻ പോകുന്നു. ഞാൻ കുഴഞ്ഞ് തറയിൽ വീണു, ബോധം പോയി. ആൾക്കാർ അവിടെ നിന്ന് ഓടിക്കൂടുന്നു. അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം കൊണ്ട് മുഖത്ത് തെളിച്ച് ഞാൻ കഴിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതും വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമുക്കൊരു ജിമ്മിലൊരു ക്ലയൻറ്റ് വന്നു. അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ നമുക്ക് അറിയില്ല. അവരെത്രമാത്രം ഫിസിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അവർ ചിലപ്പോൾ ഇതിനു മുമ്പേ ഒരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാവില്ല. അവർക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയില്ല. 5 പുഷപ്പ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 2.5 കിലോ വെച്ച് കേൾ ചെയ്യുമ്പോൾ സപ്പോർട്ട് വേണമെന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ അതിലും താഴെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു വേണം. നമ്മളല്ലാതെ നമ്മൾ പെട്ടെന്ന് വരുന്ന ഒരാളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാതെ നമ്മളൊരു വർക്കൗട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ തലച്ചോറിൽ ബ്ലഡ് ഒഴുകുകയും ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് എത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴുവാണ്. അപ്പോൾ സാറിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ജിമ്മിൽ പോയപ്പോൾ ഉണ്ടായെന്ന് പറയാം. അത് ഒരിക്കലും ട്രെയിനറിൻ്റെ തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ട്രെയിനറിൻ്റെ തെറ്റല്ല. എന്നാലും നമ്മൾ ട്രെയിനർമാരെ ശ്രദ്ധിക്കണം, ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്കറിയാം വീക്കായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ചെയ്യണം. ചിലപ്പോൾ അവർക്ക് എൻ്റെ അടുത്തൊരു ദേഷ്യം തോന്നാം, ഞാൻ അവരൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ അവരൊന്നും ചെയ്യിപ്പിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തും. എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. കാരണം അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അവർക്ക് പെട്ടെന്നൊരു ഫെയിൻറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അവരെ സാവധാനം വളരെയധികം ലൈറ്റായിട്ടുള്ള എക്സസൈസ് ആദ്യത്തെ ഒരു 5 ദിവസം കൊടുക്കുക. അതിലൂടെ അവരുടെ ബോഡി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഇൻറ്റൻസ് വർക്കൗട്ടിൽ എടുക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇവർ തലയിറങ്ങി വീഴുന്നത്. അവർ ഒരു കുഴപ്പമില്ലെന്ന് പറയും. ജമ്പിങ് ജാക്സൊക്കെ 10 നമ്പറൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കാണാം. കുറച്ച് കഴിയുമ്പോൾ തലയിൽ കിടക്കണം കാണാം. നമ്മൾ പ്രതീക്ഷിക്കില്ല, എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ പറയും റെസ്റ്റ് വേണ്ട, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ സ്ട്രോങ് ആണെന്ന് പറയും. പക്ഷേ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പോകരുത്. നമ്മൾ പറയുന്നത് മാത്രം ചെയ്യുക എന്ന് പറയുക. ഒരു 5 നമ്പർ സ്കോട്ട് ആണെങ്കിൽ 5 നമ്പർ സ്കോട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്ത എക്സസൈസിലോട്ട് കൊണ്ടുപോകാവുള്ളൂ. അവർ വെപ്രാളം കാണിച്ച് വരുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. പൈസ കൊടുത്ത് വരുന്നതാണ്, ഇന്ന് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റോടുകൂടി ആയിരിക്കും അവർ വരുന്നത്. പക്ഷേ ഒരിക്കലും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ ഇഷ്ടത്തിന് വിടുക. അല്ലെങ്കിൽ ഇതുപോലത്തെ അനുഭവം ഉണ്ടാകും. വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ല, എന്നാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നാം, എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒരു പേടി തോന്നാം. അപ്പോൾ അത് ഉണ്ടാക്കാതെ, ഒരു ട്രോമ ഉണ്ടാക്കാതിരിക്കുക ക്ലയൻസ്. അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിച്ച് ചെയ്യും.